നമോ നാരായണായ നമ. സ്വാമി ശരണമയ്യപ്പ. നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാദമഠം യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ആളെന്നുള്ളത് തിരഞ്ഞെടുക്കുക. കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായിട്ടും കാണുവാൻ ശ്രമിക്കുക. ഇന്ന് പറയുന്ന വിഷയം, ഈ ജൂലൈ മാസത്തിൻ്റെ അവസാനത്തോടെ 4 രാശിയിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് ചക്രവർത്തി യോഗം സംഭവിക്കുന്നു എന്നുള്ളതാണ്. അതിപ്പോൾ ഏകദേശം ജൂലൈ മാസം 25 കഴിയുമ്പോഴാണ് ഇങ്ങനൊരു യോഗം അനുഭവത്തിൽ വരുന്നത്. ഈ ഒരു സമയം ഇവിടെ പറയുന്ന രാശിക്കാർക്ക് ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത പല മാറ്റങ്ങളും വന്നു ചേരും. കുടുംബം, ദാമ്പത്യം, തൊഴിൽ, ധനം, വിദ്യാഭ്യാസം തുടങ്ങി എല്ലാ കാര്യങ്ങളിലും നല്ല രീതിയിലുള്ള വിജയം പ്രതീക്ഷിക്കാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ്. കാരണമെന്ന് പറയുമ്പോൾ, കർമ്മകാരകനായ ശനിയും വ്യാഴം കർക്കിടക രാശിയിൽ ഉച്ചസ്ഥനായിട്ട് സഞ്ചരിക്കുന്ന സമയം കൂടിയാണ്. ശനി വക്രഗതിയിലാണ് സഞ്ചരിക്കുന്നത്. ആയതിനാൽ തന്നെ ഈ ഗ്രഹങ്ങളുടെ അനുകൂല സ്ഥിതിയുടെ ഫലമായിട്ടാണ് ഗുണഫലങ്ങൾ ലഭിക്കുന്നത്. ഇപ്പോൾ എത്ര വലിയ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന ജാതകരാണെങ്കിലും അല്ലെങ്കിൽ വ്യക്തിയാണെങ്കിലും ഈ ഒരു സമയം ആ ദോഷങ്ങളെയൊക്കെ വിട്ടുമാറുകയും ഗുണഫലങ്ങൾ ലഭിക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. ഈ യോഗഫലങ്ങളുടെ കാലയളവ് ഡിസംബർ 11 വരെ ഉണ്ടാകും. ഈ ഡിസംബർ 11 തന്നെയാണ് ശനിയുടെ വക്രഗതിയിലെ സഞ്ചാരവും അവസാനിച്ച് ശനി നേർരേഖയിൽ സഞ്ചരിച്ചു തുടങ്ങുന്നത്. ഇവിടെ പ്രധാനമായും നിങ്ങൾ നിങ്ങളുടെ ജാതകം കൂടി പരിശോധിച്ച് ഇപ്പോൾ നിലവിലെ ദശ, അന്തർദശ, അപഹാരം എന്നിവ മനസ്സിലാക്കുക. നിലവിൽ വ്യാഴദശയോ ശനിദശയോ അനുഭവിക്കുന്നവർക്കും വ്യാഴൻ്റെയോ ശനിയുടെയോ അപഹാരം നടക്കുന്നവർക്കും ഗുണഫലങ്ങൾ കൂടുതലായി വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ ഗ്രഹദോഷ പരിഹാരങ്ങൾ നടത്തുക, നവഗ്രഹ പൂജ നടത്തുക, യഥാവിധി പരിഹാരങ്ങൾ നടത്തുന്നതും ഗ്രഹദോഷങ്ങൾ മാറ്റി എടുക്കുവാൻ സഹായിക്കും. അത് ജീവിത വിജയം കൈവരിക്കുവാനും സാധിക്കുന്നതാണ്. ശനി പ്രീതികരമായിട്ടുള്ള കാര്യങ്ങളും വ്യാഴ പ്രീതികരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇനി ഇവിടെ പറയുന്ന 4 രാശിക്കാർക്ക് ജീവിതത്തിൽ ഒരു വഴിത്തിരിവുണ്ടാകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ്. അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തിയെടുക്കുവാൻ പരമാവധി ശ്രമിക്കുക. ഈശ്വരാനുഗ്രഹം നിലനിർത്തുവാനും ശ്രമിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. ഇനി ഗുണഫലങ്ങൾ വന്നു ചേരുന്ന ആ രാശികളിൽ ആദ്യത്തേത് മേടം രാശിയാണ്. അശ്വതി, ഭരണി, കാർത്തികക്കാല് എന്നീ നക്ഷത്രങ്ങളാണ് മേടം രാശിയിൽ വരുന്നത്. ഈ മേടം രാശിക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. വ്യാഴം കേന്ദ്രസ്ഥാനമായിട്ടുള്ള 4-ാം ഭാവത്തിൽ ഉച്ചസ്ഥനായിട്ട് വരുന്ന സമയമാണ്. അപ്പോൾ ഈ മേടം രാശി 7 ശനി അനുഭവിക്കുന്ന ഒരു സമയം കൂടിയാണ്. എന്നാൽ ശനിയുടെ വക്രഗതിയിലെ സഞ്ചാരം കാരണം ശനിദോഷങ്ങൾ മാറി നിൽക്കുകയും ശനി തന്നെ ഗുണഫലങ്ങൾ നൽകുകയും ചെയ്യുന്ന അവസ്ഥയാണ് വരുന്നത്. ജീവിതത്തിൽ പല നേട്ടങ്ങളും വന്നു ചേരും. കുടുംബത്തിൽ മംഗളകരമായിട്ടുള്ള കാര്യങ്ങളും ആഘോഷങ്ങളും ഒക്കെ നടക്കും. കുടുംബത്തിൽ വിവാഹയോഗം വന്നു ചേരും. കൂടാതെ തന്നെ ഇതിനോടൊപ്പം ഭൂമി ലാഭം, ഗൃഹനിർമ്മാണം, വാഹനയോഗം എന്നിവയും തൊഴിലുന്നതിയും പുതിയ തൊഴിൽ പ്രവേശനവും ഒക്കെ വന്നു ചേരുന്നൊരു സമയമാണ്. കർമ്മമണ്ഡലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വലിയ ഉന്നതി ഉണ്ടാകും. സ്ഥാനക്കയറ്റം, ശമ്പള വർധനവ് എന്നിവയും പ്രതീക്ഷിക്കാവുന്നൊരു സമയമാണ്. കൂടാതെ തന്നെ വിദേശയാത്രയ്ക്കും വിദേശ ജോലിക്കും ഈ സമയം പ്രതീക്ഷിക്കാവുന്നതാണ്. അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. ധനവ്യയം നിയന്ത്രണത്തിലാകും. ധനസമ്പാദ്യത്തിന് വഴി തെളിഞ്ഞു വരും. സന്താനഭാഗ്യവും ഈ സമയം പ്രതീക്ഷിക്കാവുന്നതാണ്. കൂടാതെ വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയവും ഉപരിപഠനത്തിനുള്ള അനുമതിയും ലഭിക്കും. ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ സാധിക്കും. ഔഷധ സേവയിലൊക്കെ നല്ല ഫലങ്ങളുണ്ടാകും. ജീവിതത്തിൽ വന്നിട്ടുള്ള തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. ശത്രുദോഷം മാറി മനസ്സന്തോഷം വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ്. തുടർന്ന് വരുന്നത് മിഥുനം രാശിയാണ്. മകയിരം അര, തിരുവാതിര, പുണർദം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് മിഥുനം രാശിയിൽ വരുന്നത്.
മിഥുനം രാശിക്കാർക്കും വളരെ നല്ല ഒരു സമയമാണ്. ഈശ്വരാനുഗ്രഹം വന്നു ചേരുന്ന സമയം കൂടിയാണ്. മനോദുഃഖം അകന്നു പോകുന്ന സമയമാണ്. തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും, മനസമാധാനം ഉണ്ടാകും. മിഥുനം രാശിക്കാർക്ക് കണ്ടകശനിയുടെ ദോഷ സമയം അനുഭവിക്കുന്ന ഒരു സമയം കൂടിയാണ്. എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശനി വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ കണ്ടകശനി ദോഷങ്ങൾ മാറിപ്പോകുന്നൊരു സമയമാണ്. കൂടാതെ രണ്ടാം ഭാവമായിട്ടുള്ള ധനസ്ഥാനത്താണ് വ്യാഴം സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ധനപരമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടുന്നൊരു സമയം. വ്യാഴം നിങ്ങൾക്ക് ജൂൺ മുതൽ ഗുണസ്ഥാനിയായിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ അപ്പോഴൊക്കെ ശനി നേർരേഖയിൽ സഞ്ചരിച്ച് വരുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ വ്യാഴൻ്റെ ഗുണഫലങ്ങൾ നിങ്ങൾക്ക് നേരായ രീതിയിൽ ലഭിക്കുകയില്ല. എന്നാൽ ഇപ്പോൾ ശനി വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ വ്യാഴൻ്റെ ഗുണഫലവും ശനിയുടെ ഗുണഫലവും നിങ്ങൾക്ക് ഒരുമിച്ച് ലഭിക്കുന്ന ഒരു സമയം തന്നെയാണ്. വളരെ പ്രധാനപ്പെട്ടൊരു സമയമാണ്. മിഥുന രാശിക്കാർക്ക് പ്രധാനമായും കർമ്മസ്ഥാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉന്നതി ഉണ്ടാകും. ബിസിനസ്സിൽ വളർച്ച പ്രതീക്ഷിക്കുക. ബിസിനസ്സിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും. തൊഴിൽ നേട്ടം തന്നെയാണ് പ്രധാനമായിട്ടും നടക്കുന്നത്. സ്ഥാനക്കയറ്റം ഉണ്ടാവും. അംഗീകാരം വന്നു ചേരുന്ന ഒരു സമയം. നിങ്ങളുടെ ശ്രമങ്ങൾക്ക് ശരിയായ ഫലങ്ങൾ കിട്ടുന്ന ഒരു നല്ല കാലമാണ് വരുന്നത്. ഭാഗ്യം വന്നു ചേരുന്ന സമയമാണ്. വിദേശ ജോലിക്ക് അനുകൂലമായ സമയം. നഷ്ടപ്പെട്ടതൊക്കെ തിരികെ ലഭിക്കും. ജോലിയിലെ തടസ്സങ്ങൾ മാറിക്കിട്ടുന്നൊരു സമയം. നിങ്ങളുടെ എല്ലാ വിഷമങ്ങൾക്കും പരിഹാരം ഉണ്ടാകുവാൻ പോകുന്നു എന്ന് മനസ്സിലാക്കുക. കുടുംബം, ദാമ്പത്യ ജീവിതത്തിൽ വന്നിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുവാൻ സാധിക്കും. ആരോഗ്യകാര്യങ്ങളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും. പൂർണ്ണമായിട്ടുള്ള ആരോഗ്യം തിരികെ ലഭിക്കും. കുടുംബത്തിലോ ജാതകർക്കോ വിവാഹഭാഗ്യം ഉണ്ടാകുവാനും സാധ്യത കാണുന്നുണ്ട്. തുടർന്ന് വരുന്നത് കന്നിരാശി. ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിരാര എന്നീ നക്ഷത്രങ്ങളാണ് കന്നിരാശിയിൽ വരുന്നത്. വളരെ നല്ല സമയമാണ്. 11ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വ്യാഴൻ്റെ ഗുണഫലങ്ങൾ നിങ്ങൾക്ക് നേരത്തെ കിട്ടാത്തതിൻ്റെ കാരണമെന്ന് പറയുമ്പോൾ ശനി നേർരേഖയിൽ ആയിരുന്നതിനാലാണ്. ശനി ഇപ്പോൾ വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ കന്നിരാശിക്കാർക്ക് ഗുണഫലങ്ങൾ ഇരട്ടിയായി ലഭിക്കുന്ന സമയമാണ്. ജീവിതത്തിൽ അനുഭവിച്ച് വന്നിരുന്ന പ്രശ്നങ്ങളൊക്കെ അകന്നു പോകുന്ന സമയമാണ്. സാമ്പത്തികമായി വന്നിട്ടുള്ള പ്രശ്നങ്ങളും കടബാധ്യതകളും തീർത്തെടുക്കുവാൻ സാധിക്കും. ബാങ്കിലെ ലോൺ പോലുള്ള കാര്യങ്ങളൊക്കെ തീർത്തെടുക്കുവാൻ സാധിക്കും. കൂടാതെ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കും. രോഗാവസ്ഥയിൽ നിന്ന് മാറ്റങ്ങളുണ്ടാകും. കുറേ നാളുകളായിട്ട് ഇല്ലാതിരുന്ന ഒരു സമാധാനം അല്ലെങ്കിൽ സന്തോഷം എന്നിവ നിങ്ങളിലേക്കും കുടുംബത്തിലേക്കുമൊക്കെ വന്നു ചേരും. ശത്രുദോഷം അകന്നു പോകും. തൊഴിൽപരമായിട്ടുള്ള ശത്രുക്കളും ബന്ധുജനങ്ങളുടെ ഇടയിലുള്ള ശത്രുദോഷമൊക്കെ അകന്നു പോകും. എടുത്തു പറയുമ്പോൾ നിങ്ങൾ അനുഭവിച്ച് വന്നിരുന്ന സകല ദുഃഖങ്ങൾക്കും പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുവാൻ സാധിക്കുന്ന ഒരു സമയമാണ്. തൊഴിൽ ഉന്നതി ഉണ്ടാകും. മുടങ്ങിപ്പോയ പ്രവർത്തികളൊക്കെ പുനരാരംഭിക്കുവാൻ സാധിക്കും. പല വഴികളിലൂടെയും ധനാഗമനം വന്നു ചേരുവാനുള്ള യോഗമുണ്ട്. പിതൃസ്വത്ത് അല്ലെങ്കിൽ കുടുംബസ്വത്ത് കൈവശം വന്നു ചേരും. വാഹനം, ഗൃഹം എന്നിവ വന്ന് ചേരുവാനുള്ള യോഗം അല്ലെങ്കിൽ വാങ്ങുവാനുള്ള ഒരു യോഗം ഉണ്ടാകുന്ന സമയമാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കുവാൻ പറ്റുന്നൊരു സമയമാണ്. ദൂരയാത്രകൾ ചെയ്യേണ്ടി വരും. എന്നാൽ ആ യാത്രകൾ വഴി നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. സന്താനങ്ങളെ കൊണ്ട് അഭിമാനിക്കുവാനും സാധിക്കുന്ന ഒരു സമയമാണ്. തുടർന്ന് വരുന്നത് മീനം രാശിയാണ്. പൂരുരുട്ടാതി, കാൽ, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ് മീനം രാശിയിൽ വരുന്നത്. മീനം രാശിക്കാർക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. സകല പ്രയാസങ്ങളും അകന്നു പോകുന്ന ഒരു സമയം. നിങ്ങൾക്ക് വ്യാഴൻ പൂർവ്വ പുണ്യസ്ഥാനമായിട്ടുള്ള 5ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ഒരു സമയം. ജന്മശനി അനുഭവിക്കുന്നവർ കൂടിയാണ് മീനം രാശിക്കാർ. എന്നാൽ ശനി വക്രത്തിൽ വരുന്നതിൻ്റെ ഫലമായിട്ട് ശനിദോഷങ്ങൾ മാറിക്കിട്ടും. ശനിയുടെയും വ്യാഴത്തിൻ്റെയും ഗുണഫലങ്ങൾ പൂർണ്ണമായിട്ടും ഒരുമിച്ച് അനുഭവിക്കുവാൻ സാധിക്കുകയും ചെയ്യും. മീനം രാശിക്കാർ വളരെയധികം കഷ്ടതകളിലൂടെ കടന്നു പോകുന്നവരാണ്. ജീവിതഭാരം താങ്ങാവുന്നതിലും അപ്പുറമാണ്. വളരെ വലിയ സാമ്പത്തിക ബാധ്യതകളാണ് അനുഭവത്തിൽ ഉള്ളത്. പ്രധാനമായും കടബാധ്യത, ലോണ് മുതലായ കാര്യങ്ങളിൽ കുടുങ്ങി ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ഒരവസ്ഥ. ഇതിനൊക്കെ മാറ്റം വരുന്നൊരു സമയം. പ്രധാനമായും ശനിദോഷ പരിഹാരങ്ങൾ നടത്തുന്നത് വളരെ ഉത്തമമായിരിക്കും. ഈശ്വരാനുഗ്രഹം ഉണ്ടാകും. എല്ലാ കാര്യത്തിലും ഉയർച്ചകളുണ്ടാകും. ജീവിതത്തിലെ തടസ്സങ്ങൾ മാറിക്കിട്ടും. ചെയ്യുന്ന തൊഴിലിൽ നേട്ടങ്ങളുണ്ടാകും. കടബാധ്യതകൾ തീർത്തെടുക്കുവാൻ സാധിക്കും. പ്രതീക്ഷിക്കാതെ തന്നെ ധനം നിങ്ങളിൽ വന്നു ചേരും. ഈ ലോട്ടറി പോലുള്ള ഭാഗ്യങ്ങൾ നിങ്ങൾക്ക് സഹായമായിട്ട് വന്നു ചേരുന്നൊരു സമയം കൂടിയാണ്. ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കുവാൻ സാധിക്കും. സന്താനഭാഗ്യം, വാഹനലാഭം എന്നിവയും നിങ്ങൾക്ക് ഈ ഒരു സമയത്തുണ്ടാകുന്നതാണ്. ജീവിതത്തിൽ
നന്മകൾ ഉണ്ടാകുന്ന സമയമാണ്. കുടുംബത്തിൽ സന്തോഷം, സമാധാനം എന്നിവ വന്നു ചേരും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാനൊക്കെ സാധിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ടൊരു സമയം കൂടിയാണ്. അപ്പോൾ ഈ രീതിയിലാണ് ജൂലൈ മാസത്തിൻ്റെ അവസാനത്തോടെ ഗുണഫലങ്ങൾ ലഭിക്കുന്ന 4 രാശിക്കാരുടെ ഫലങ്ങൾ എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക, വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ജഗദീശ്വരൻ നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.